ഗൈസ്, അപ്പോൾ ടുഡേയ്സ് വീഡിയോ ഈസ് അബൌട്ട് അച്ഛനും അമ്മയ്ക്കും നൈറ്റ് ഡ്യൂട്ടിയാണ്. സോ എന്താണ്, രാത്രി ഫുൾ അടിച്ച് പൊളി തന്നെ. അപ്പോഴേക്കുമാണ് ഉദുവച്ച വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് വാ, നിങ്ങൾ എന്തായാലും അവിടെ ഇരിക്കുക. അങ്ങനെയാണ് വണ്ടി എടുത്തിട്ട് വാ, ഇവിടെ ഗാനമേള ലാസ്റ്റ് ഡേ ആണ്, അപ്പോൾ ഇവിടെ അടിപൊളി പരിപാടിയായിരിക്കും എന്ന്. പിന്നെ അത് കേൾക്കാൻ വേണ്ടി നോക്കിയിരിക്കുമല്ലേ ഞാനും ഓടും. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് രാത്രി അങ്ങ് വിട്ടു. എന്തോ ഇപ്പോൾ പഴയ പോലെ ഒന്നും പാട്ടൊന്നും കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ പൊതുസ്ഥലത്ത് തുള്ളാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിൽ പൊസിഷനിലാണ് അവിടെ നിന്നിരുന്നത്. ആൻഡ് ദ മെയിൻ പാർട്ട് ഈസ് ഹിയർ. നമുക്ക് റൈഡ്സിൽ കയറണമായിരുന്നു. അങ്ങനെ വിചാരിച്ച് വന്നതാണ് നമ്മൾ രണ്ടുപേരും. പിന്നെ അവിടെ ചെന്നപ്പോൾ അപ്പു മാത്രമല്ല, എൻ്റെ പഴയ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ പണ്ട് പഠിച്ച കൂട്ടുകാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചേട്ടനായിരുന്നു ഇവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് തന്നെ പറയാം. ആരൊക്കെ അതിലും വഴി പോയാലും പാട്ടിട്ട് പുള്ളിയുടെ ലോകത്ത് തന്നെ ഒരു വൈബുള്ള മനുഷ്യൻ. ഈ ജൈൻറ്റ് വീലിൻ്റെ വീഡിയോ സത്യം പറഞ്ഞാൽ അന്ന് കയറിയ വീഡിയോ അല്ല, ഇത് തലേ ദിവസത്തെ വീഡിയോ ആണ്. ഇത് ശരിക്കും ഇതിൻ്റെ വീഡിയോ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഞാനും അച്ഛനും കഴിക്കാൻ വേണ്ടി രാത്രി പോയപ്പോഴാണ് ഈ ഗാനമേളയുടെ സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്ന് വിട്ടതാണ് ഈ അതിരമ്പുഴ പള്ളിയിൽ. പിന്നെ അടുത്തത് ഡാൻസിങ് കാറായിരുന്നു. ഇന്നലെ കയറിയതിൻ്റെ ക്ഷീണം തീരാത്തതുകൊണ്ട് പിന്നെ അതിൽ തന്നെ വലിഞ്ഞു കയറി. പിന്നെ എനിക്ക് താഴെ നടക്കാനുള്ള ശേഷി പോലും ഇല്ലായിരുന്നു. തല കറങ്ങി മനുഷ്യൻ്റെ ഊപ്പാട് തീരും. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ഈ ഡ്രാഗൺ ബോട്ട് ആയിരിക്കുമല്ലോ. ആൻഡ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇതിൻ്റെ കുറേ ആക്സിഡൻറ്റ് വീഡിയോസ് കണ്ടേ പിന്നെ ഇതിൽ കയറാനുള്ള ഇൻട്രസ്റ്റ് എനിക്ക് ഒട്ടുമില്ലായിരുന്നു. പിള്ളേരിയ്ക്കുന്ന കണ്ടോ, ഇവളുമാർക്കൊന്നും പേടി പോലും ഇല്ല. അപ്പൊക്കെ ചിരിച്ചോണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഈസ് മൈ ഫേവറേറ്റ് പാർട്ട്, ഞം കഴിക്കാൻ പോവുക. ഫസ്റ്റ് നമ്മൾ മുളക് ബജ്ജി കഴിച്ചു, പിന്നെ നമ്മൾ കോളിഫ്ലവർ ബജ്ജി കഴിച്ചു, പിന്നെ അതിൻ്റെ പുറമെ ഒരു പാനിപ്പൂരിയും കഴിച്ചു. ആൻഡ് പാനിപ്പൂരി ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. ഹിന്ദിക്കാരാ ഉണ്ടാക്കുന്നതിലും ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ പോലീസുകാർ വന്നു, ലൈറ്റെല്ലാം ഓഫ് ചെയ്യാൻ പറഞ്ഞ്. പിന്നെ അച്ഛൻ വന്നിട്ട് എന്നെയും വഴക്ക് പറഞ്ഞു, 11:30 ആയിട്ടും വീട്ടിൽ പോകുന്നില്ലെന്ന് ചോദിച്ചു. പിന്നെ നമ്മളവിടെ ഒന്നും തിരിയാൻ നിന്നില്ല, നേരെ വീട്ടിലേക്ക് അങ്ങ് പോയി. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.